പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്തത് അക്കൗണ്ടിങ്ങിൻ്റെ ഇക്വേഷൻ ആയിരുന്നു. ബേസിക് അക്കൗണ്ടിങ് ഇക്വേഷൻ. എന്തായിരുന്നു ഇക്വേഷൻ? അസറ്റ്സ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇന്ന് ചർച്ച ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഒരു അക്കൗണ്ടൻറ്റ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട റൂൾസാണ് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. നമ്മൾ ഏത് അക്കൗണ്ടിങ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്? ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ കോൺസെപ്റ്റ്. ഏതാണ് കോൺസെപ്റ്റ്? ഡ്വൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ്. എന്താണ് ഡ്വൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് പറയുന്നത്? ഇൻ എവരി ട്രാൻസാക്ഷൻ we can see two aspects, one receiving aspect and another giving aspect. ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടന്നു കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻസിൽ നമുക്ക് രണ്ട് ഘടകങ്ങൾ കണ്ടെത്താൻ കഴിയും. ഒന്ന് റിസീവിങ് ആസ്പെക്റ്റ്, ഇറ്റ് ഈസ് കാൾഡ് ഡെബിറ്റ്, ആൻഡ് അനദർ വൺ ഗിവിങ് ആസ്പെക്റ്റ്, ഇറ്റ് ഈസ് കാൾഡ് ക്രെഡിറ്റ്. ഈ രണ്ട് ആസ്പെക്റ്റുകളും റെക്കോർഡ് ചെയ്യണം എന്നാണ് ഏത് കോൺസെപ്റ്റ് പറയുന്നത്? ഡ്വൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് പറയുന്നത്. അക്കൗണ്ടിങ്ങിലെ ഫസ്റ്റ് പ്രോസസ്സാണ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ. അപ്പോൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ സോഴ്സ് ഡോക്യുമെൻറ്റുകളെല്ലാം കളക്ട് ചെയ്ത് അതല്ലെങ്കിൽ അത് തയ്യാറാക്കി ആ സോഴ്സ് ഡോക്യുമെൻറ്റുകളെ ബേസ് ചെയ്ത് ആ ട്രാൻസാക്ഷൻ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യണം. അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ആദ്യമായി റെക്കോർഡ് ചെയ്യുന്ന ബുക്കിൻ്റെ പേരെന്താണ്? ബുക്കിൻ്റെ പേരാണ് ജേണൽ. ആൾ ട്രാൻസാക്ഷൻസ് ആർ ഫസ്റ്റ് ഓഫ് ഓൾ റെക്കോർഡഡ് ഇൻ എ ബുക്ക് കാൾഡ് ജേണൽ. ട്രാൻസാക്ഷൻസ് ആർ എൻറ്റേർഡ് ഇൻ ക്രോണോലോജിക്കൽ ഓർഡർ. ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആദ്യമായി രേഖപ്പെടുത്തുന്ന ബുക്കിൻ്റെ പേരാണ് ജേണൽ. ഏത് ഓർഡറിലാണ് ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്നത്? ദിവസക്രമത്തിൽ അതല്ലെങ്കിൽ സമയക്രമത്തിലാണ് ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്നത്. ആദ്യം നടന്ന കാര്യങ്ങൾ ആദ്യം എഴുതണം, ഡേറ്റ് വൈസ് ആയിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. അങ്ങനെ ഡേറ്റ് വൈസ് ആയിട്ടും ടൈം വൈസ് ആയിട്ടും രേഖപ്പെടുത്തുമ്പോൾ ആ ഓർഡറിനെയാണ് ക്രോണോലോജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. ഇങ്ങനെ ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? ജേണലൈസിങ്. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ജേണൽ ഈസ് കാൾഡ് ജേണലൈസിങ്. ഇങ്ങനെ ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? റെക്കോർഡിങ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് ക്ലാസിഫയിങ്. ഈ ട്രാൻസാക്ഷൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്യണം. അങ്ങനെ ഈ ട്രാൻസാക്ഷൻസ് നമ്മൾ രണ്ടാമത്തെ ബുക്കിലേക്ക് മാറ്റി എഴുതും. ക്ലാസിഫൈ ചെയ്യുന്നതിന് വേണ്ടി ജേണൽ എന്ന് പറയുന്ന ബുക്കിലെ ട്രാൻസാക്ഷൻസ് സെക്കൻഡ് ബുക്കായിട്ടുള്ള ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിലേക്ക് മാറ്റി എഴുതും. അവിടെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. എന്താണ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ? ദ ബുക്ക് ഇൻ വിച്ച് വേരിയസ് അക്കൗണ്ട്സ് ആർ ഓപ്പൺഡ് ഈസ് കാൾഡ് ലെഡ്ജർ. അക്കൗണ്ടുകൾ അടങ്ങിയിട്ടുള്ള ബുക്കിനെയാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഇവിടെ ക്രോണോലോജിക്കൽ ഓർഡറിലല്ല രേഖപ്പെടുത്തുന്നത്. ഓരോ പർട്ടിക്കുലർ ഐറ്റത്തിനും പ്രത്യേകം പേജുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ നിന്ന് ഒരു ട്രാൻസാക്ഷൻ ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിലേക്ക് മാറ്റി എഴുതുമ്പോൾ ആ ട്രാൻസാക്ഷനിൽ അടങ്ങിയിട്ടുള്ള രണ്ട് ആസ്പെക്റ്റുകൾ വരുന്നുണ്ട്. ആ രണ്ട് ആസ്പെക്റ്റുകൾ വരുന്ന പേജുകളിലേക്കും ആ ട്രാൻസാക്ഷൻസിനെ നമ്മൾ മാറ്റി എഴുതണം. അപ്പോൾ ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ നിന്ന് ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിലേക്ക് ട്രാൻസാക്ഷൻസ് മാറ്റി എഴുതുമ്പോൾ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് പോസ്റ്റിംഗ്. The process of recording transactions in ledger is called posting. അപ്പോൾ സോഴ്സ് ഡോക്യുമെൻറ്റുകളെ ബേസ് ചെയ്ത് ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തും. അതിനെ ജേണലൈസിങ് എന്ന് പറയും. അങ്ങനെ ജേണലിൽ എഴുതിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് രണ്ടാമത്തെ ബുക്കായിട്ടുള്ള ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിലേക്ക് മാറ്റി എഴുതും. ആ മാറ്റി എഴുതുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് പോസ്റ്റിംഗ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണ്. അതിലെ രണ്ട് ആസ്പെക്റ്റുകളും ഐഡൻറ്റിഫൈ ചെയ്ത് അത് രണ്ടും ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ ആദ്യം രേഖപ്പെടുത്തണം. ദെൻ ആ ട്രാൻസാക്ഷൻ ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിലേക്ക് മാറ്റി എഴുതുമ്പോൾ
അത് 2 പേജുകളിലേക്കാണ് മാറ്റി എഴുതുന്നത്. അതല്ലെങ്കിൽ 2 അക്കൗണ്ടുകളിലേക്കാണ് മാറ്റി എഴുതുന്നത്. ആ ട്രാൻസാക്ഷനിൽ വരുന്ന 2 ആസ്പെക്റ്റുകൾ ഏതൊക്കെയാണ്? റിസീവിങ് ആസ്പെക്റ്റ് ഫർണിച്ചറാണ്, ഗിവിങ് ആസ്പെക്റ്റ് ക്യാഷ് ആണ് അല്ലേ. ഫർണിച്ചറാണ് നമുക്ക് കിട്ടുന്നത്, ക്യാഷ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം ഡെബിറ്റ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഫർണിച്ചറാണ്, ക്രെഡിറ്റ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ക്യാഷ് ആണ്. ഇപ്പോൾ ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ നിന്ന് ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിലേക്ക് ആ ട്രാൻസാക്ഷൻ മാറ്റി എഴുതുമ്പോൾ 2 അക്കൗണ്ടുകളിലേക്ക് മാറ്റി എഴുതണം. ഒന്ന് ക്യാഷ് അക്കൗണ്ടിലേക്ക്, മറ്റൊന്ന് ഫർണിച്ചർ അക്കൗണ്ടിലേക്ക്. എന്താണ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ? ആൻ അക്കൗണ്ട് ഈസ് എ റെക്കോർഡ് ഓഫ് all transactions relating to a particular person or item. In accounting, we keep separate record of each individual asset, liability, expense and income. ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിൽ അക്കൗണ്ടുകളാണ് അടങ്ങിയിട്ടുള്ളത്. എന്താണ് അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ? ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒരു പേജിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ ആ പേജിനെ നമുക്ക് എന്ത് പറയാം? അക്കൗണ്ട് എന്ന് പറയാം. സാധാരണ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ വ്യക്തികളുടെ പേരിൽ അക്കൗണ്ടുകൾ ഉണ്ടാവും. ദെൻ അവിടെയുള്ള അസറ്റുകളുടെ പേരിൽ അക്കൗണ്ടുകൾ വരും. ദെൻ ഓരോ എക്സ്പെൻസിനും ഇൻകത്തിനും ക്യാപിറ്റലിനും ഒക്കെ പ്രത്യേകം പേജുകൾ പ്രൊവൈഡ് ചെയ്യും, പ്രത്യേകം അക്കൗണ്ടുകൾ പ്രൊവൈഡ് ചെയ്യും. എക്സാമ്പിൾ നോക്കാം. ഒരു അക്കൗണ്ടിൻ്റെ പേരാണ് ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിൽ എന്താണ് രേഖപ്പെടുത്തുക? ക്യാഷ് വരുന്നതും ക്യാഷ് പോകുന്നതും മാത്രം രേഖപ്പെടുത്തും. അങ്ങനെ വരുമ്പോൾ ബാലൻസ് എത്ര ക്യാഷ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയും. ദെൻ സുനിൽസ് അക്കൗണ്ട്. ഇപ്പോൾ സുനിൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കസ്റ്റമർ ആണെങ്കിൽ സുനിലിൻ്റെ അക്കൗണ്ടിൽ എന്ത് കാര്യങ്ങളാണ് രേഖപ്പെടുത്തുന്നത്? സുനിൽ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് രേഖപ്പെടുത്തണം. സുനിൽ സാധനങ്ങൾ ഏതെങ്കിലും സമയത്ത് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ അത് രേഖപ്പെടുത്തണം. സുനിൽ ക്യാഷ് തരുന്നുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തണം. സുനിലിന് ഡിസ്കൗണ്ട് അനുവദിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം രേഖപ്പെടുത്തണം. ഇങ്ങനെ ബിസിനസ്സും സുനിലുമായിട്ട് വരുന്ന ട്രാൻസാക്ഷൻസ് ആണ് സുനിലിൻ്റെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ടത്. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്ത് രേഖപ്പെടുത്തണം? ഓണറുമായി വരുന്ന ട്രാൻസാക്ഷൻ. ക്യാപിറ്റൽ കൊണ്ടുവരുന്നു കഴിഞ്ഞാൽ അത് രേഖപ്പെടുത്തണം. ക്യാപിറ്റൽ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് രേഖപ്പെടുത്തണം. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തണം. ദെൻ ലോസ് ആണ് വരുന്നതെങ്കിൽ അതും രേഖപ്പെടുത്തണം. ഇങ്ങനെ ഓണറുമായിട്ട് അതല്ലെങ്കിൽ പ്രൊപ്പറൈറ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രാൻസാക്ഷനാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ടത്. ഫർണിച്ചർ അക്കൗണ്ടിൽ ഫർണിച്ചർ ട്രാൻസാക്ഷൻസ് ആണ് രേഖപ്പെടുത്തേണ്ടത്. സാലറി അക്കൗണ്ടിൽ സാലറി എക്സ്പെൻസുകളാണ് രേഖപ്പെടുത്തേണ്ടത്. പർച്ചേസ് അക്കൗണ്ടിലാണെങ്കിൽ ഗുഡ്സ് വാങ്ങുന്നത് മാത്രമാണ് രേഖപ്പെടുത്തേണ്ടത്. സെയിൽസ് അക്കൗണ്ടിലോ സാധനങ്ങൾ കസ്റ്റമേഴ്സിന് വിൽക്കുന്ന കാര്യങ്ങളാണ് രേഖപ്പെടുത്തേണ്ടത്. ഇങ്ങനെ ഓരോ പർട്ടിക്കുലർ ഐറ്റത്തിനും അതല്ലെങ്കിൽ ബിസിനസ്സുമായി ഡീൽ ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും സ്ഥാപനത്തിനും പ്രത്യേകം പേജുകൾ പ്രൊവൈഡ് ചെയ്യണം. ഓരോ പേജിനെയും എന്ത് പറയണം? അക്കൗണ്ട് എന്ന് വിളിക്കണം. ഇനി അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നോക്കാം. ഒരു അക്കൗണ്ടിൻ്റെ സിമ്പിൾ ഫോമാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അക്കൗണ്ടിൻ്റെ പേരാണ് ഏറ്റവും മുകളിൽ എഴുതേണ്ടത്. ഒരു അക്കൗണ്ടിന് 2 സൈഡുകളുണ്ട്, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും. ഇപ്പോൾ ടോട്ടൽ സ്പേസിനെ 2ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിനെ പറയുന്ന പേരാണ് ഡെബിറ്റ് സൈഡ്, റൈറ്റ് സൈഡിനെ പറയുന്ന പേരാണ് ക്രെഡിറ്റ് സൈഡ്. ദെൻ ഡെബിറ്റ് സൈഡിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി DR എന്ന് എഴുതും. ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ DR എന്ന് രേഖപ്പെടുത്തും. ദെൻ ക്രെഡിറ്റ് സൈഡിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും റൈറ്റ് സൈഡിൽ മുകളിൽ CR എന്നും രേഖപ്പെടുത്തും. ഇതാണ് ഒരു അക്കൗണ്ടിൻ്റെ സിമ്പിൾ ഫോം. An account looks like the alphabet T. Because of its shape, the simple form of a ledger account is called T account. അപ്പോൾ ഇങ്ങനെ T ഫോമിലാണ് ഈ അക്കൗണ്ട് വരച്ചു തുടങ്ങുന്നത്. അതുകൊണ്ട് ഈ ഫോമിനെ എന്ത് ഫോം എന്ന് പറയാറുണ്ട്? T ഫോം എന്ന് പറയാറുണ്ട്. ഇനി അക്കൗണ്ടിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഫോർമാറ്റ് നമുക്ക് പരിചയപ്പെടാം. അക്കൗണ്ടിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫോർമാറ്റാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഒരു അക്കൗണ്ടിൽ ഏറ്റവും മുകളിൽ എഴുതേണ്ടത് എന്താണ്? അക്കൗണ്ടിൻ്റെ പേര് എഴുതണം. ദെൻ ആ ടോട്ടൽ സ്പേസിനെ 2ആയി ഡിവൈഡ് ചെയ്ത് ലെഫ്റ്റ് സൈഡിനെ ഡെബിറ്റ് സൈഡ് എന്ന് പറയും, അവിടെ 4 കോളങ്ങൾ വേണം. ദെൻ റൈറ്റ് സൈഡിനെ ക്രെഡിറ്റ് സൈഡ് എന്ന് പറയും, അവിടെയും 4 കോളങ്ങൾ വേണം. ഫസ്റ്റ് കോളത്തിൻ്റെ ഹെഡിങ് ആണ് ഡേറ്റ്. ട്രാൻസാക്ഷൻ്റെ ഡേറ്റ് ആണ് അവിടെ രേഖപ്പെടുത്തേണ്ടത്. ക്രെഡിറ്റ് സൈഡിലും ഫസ്റ്റ് കോളത്തിൻ്റെ ഹെഡിങ് എന്ത് തന്നെയാണ്? ഡേറ്റ് തന്നെയാണ്. ദെൻ ഡെബിറ്റ് സൈഡിലെ സെക്കൻഡ് കോളം ഹെഡിങ്
പർട്ടിക്കുലേഴ്സ്, ക്രെഡിറ്റ് സൈഡിലും പർട്ടിക്കുലേഴ്സ്. തേർഡ് കോളം ജേണൽ ഫോളിയോ, ക്രെഡിറ്റ് സൈഡിലും തേർഡ് കോളം ജേണൽ ഫോളിയോ. എന്താണ് ജേണൽ ഫോളിയോ എന്ന് പറഞ്ഞാൽ? ജേണലിലെ പേജ് നമ്പർ. ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ നിന്നാണ് ട്രാൻസാക്ഷൻസ് ഈ അക്കൗണ്ടുകളിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പം ഏത് പേജിൽ നിന്നാണോ, ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ ഏത് പേജിൽ നിന്നാണോ ആ ട്രാൻസാക്ഷൻ ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യുന്നത്, ആ പേജ് നമ്പറാണ് ഇവിടെ ജേണൽ ഫോളിയോ കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. ദെൻ ലാസ്റ്റ് കോളം എമൗണ്ട്, ദെൻ ക്രെഡിറ്റ് സൈഡിലും ലാസ്റ്റ് കോളം എമൗണ്ട്. ഇപ്പം 4 കോളങ്ങളാണ് വരുന്നത്. 2 സൈഡിലും ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ട്രാൻസാക്ഷൻ ജേണലിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി എഴുതുമ്പോൾ ഈ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലോ അതല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിലോ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രമാണ് രേഖപ്പെടുത്തുന്നത് ഒരു ട്രാൻസാക്ഷൻ. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ഡെബിറ്റ് സൈഡിൽ എഴുതി കഴിഞ്ഞാൽ ഒരുപക്ഷെ അടുത്ത ട്രാൻസാക്ഷൻ ക്രെഡിറ്റ് സൈഡിൽ വരും. അങ്ങനെ ഓരോ ട്രാൻസാക്ഷനും ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. അത് ഏത് സൈഡിൽ രേഖപ്പെടുത്തണം എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്നത് ഡെബിറ്റ് സൈഡിലാണെങ്കിൽ, ഒരു ട്രാൻസാക്ഷൻ ഇങ്ങോട്ട് മാറ്റി എഴുതുമ്പോൾ അത് ഡെബിറ്റ് സൈഡിലാണ് എഴുതുന്നതെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് എന്താണ്? ആ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. ദെൻ ട്രാൻസാക്ഷൻ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുന്നതെങ്കിലോ ആ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. ഇപ്പോൾ ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ടേം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ക്യാഷ് അക്കൗണ്ട് ആണെന്ന് അസ്യൂം ചെയ്യാം. ഇപ്പോൾ ഡെബിറ്റ് സൈഡിലാണ് ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്നതെങ്കിൽ ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു എന്ന് പറയണം. ദെൻ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്നത് ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു എന്നാണ് പറയേണ്ടത്. ഇനി ഇത് ഫർണിച്ചർ അക്കൗണ്ട് ആണെങ്കിലോ ഫർണിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുമ്പോൾ ഫർണിച്ചർ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു എന്ന് പറയണം. ദെൻ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുന്നതെങ്കിൽ ഫർണിച്ചർ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു എന്നാണ് പറയേണ്ടത്. ഒരു അക്കൗണ്ട് എപ്പോഴാണ് ഡെബിറ്റ് ചെയ്യേണ്ടത് എപ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്നറിയണമെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചിരിക്കണം? റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഈ റൂൾസ് പഠിക്കുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ അക്കൗണ്ടുകളെ ഒന്ന് ഗ്രൂപ്പാക്കിയിട്ട് തിരിക്കണം. അക്കൗണ്ടുകളുടെ സ്വഭാവത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്കൗണ്ടുകളെ ഗ്രൂപ്പുകളാക്കിയിട്ട് തിരിക്കാം. ഗ്രൂപ്പ്സ് ഓഫ് അക്കൗണ്ട്സ് 5 ഗ്രൂപ്പുകളാണുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പാണ് അസറ്റ്സ്. എന്താണ് അസറ്റ് എന്ന് പറഞ്ഞാൽ? അസറ്റ്സ് ഇൻക്ലൂഡ്സ് പ്രോപ്പർട്ടീസ് ഓൺഡ് ബൈ ദ ബിസിനസ് ആൻഡ് ദ എമൗണ്ട് റിസീവബിൾ ഫ്രം അതേഴ്സ്. ബിസിനസ്സിന് സ്വന്തമായിട്ടുള്ള പ്രോപ്പർട്ടീസും ബിസിനസ്സിന് മറ്റുള്ളവരിൽ നിന്ന് കിട്ടാനുള്ള എമൗണ്ടും അതിന് നമുക്ക് എന്ത് പറയാം? അസറ്റ് എന്ന് പറയാം. അസറ്റിൽ വരുന്ന പ്രധാനപ്പെട്ട അക്കൗണ്ടുകളാണ് ക്യാഷ്, ഫർണിച്ചർ, ഡെറ്റേഴ്സ്. അപ്പോൾ ഇതുപോലെയുള്ള പ്രോപ്പർട്ടീസും മറ്റുള്ളവരിൽ നിന്ന് കിട്ടാനുള്ള എമൗണ്ടും ആ അക്കൗണ്ടുകളെല്ലാം ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നതാണ്? അസറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നതാണ്. ദെൻ രണ്ടാമത്തെ ഗ്രൂപ്പാണ് ലയബിലിറ്റീസ്. എന്താണ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓവ്ഡ് ബൈ എ ബിസിനസ് ടു അതേഴ്സ്. മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള എമൗണ്ടിനെ, ആ ബാധ്യതയെ പറയുന്ന പേരാണ് ലയബിലിറ്റീസ്. ലോൺ അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, ഇതൊക്കെ ഏത് ഗ്രൂപ്പിൽ വരുന്ന അക്കൗണ്ടുകളാണ്? ലയബിലിറ്റീസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന അക്കൗണ്ടുകളാണ്. ദെൻ തേർഡ് ഗ്രൂപ്പാണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് ഓണർക്ക് കൊടുക്കാനുള്ള എമൗണ്ടിനെയാണ്, അതല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ഓണർ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഒക്കെ ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് വരുന്നത്. ദെൻ എക്സ്പെൻസസ് ഓർ ലോസസ്. എന്താണ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ എമൗണ്ട് സ്പെൻഡ് ബൈ എ ബിസിനസ് ടു ഏൺ റവന്യൂ. റവന്യൂ ഏൺ ചെയ്യുന്ന സമയത്ത് വരുന്ന ചെലവുകളെയാണ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. എന്താണ് എക്സാമ്പിൾ? സാലറി അക്കൗണ്ട്, റെന്റ് അക്കൗണ്ട്, പർച്ചേസസ് അക്കൗണ്ട്, ഇതൊക്കെ ഏത് ഗ്രൂപ്പിൽ വരുന്നതാണ്? എക്സ്പെൻസസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നതാണ്. ദെൻ ലാസ്റ്റ് ഗ്രൂപ്പാണ് റവന്യൂസ് ഓർ ഇൻകം ഓർ ഗെയിൻ. ബിസിനസ്സിന് കിട്ടുന്ന റവന്യൂ, ബിസിനസ്സിന് കിട്ടുന്ന വരുമാന മാർഗങ്ങളെയാണ് റവന്യൂസ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് സെയിൽസ്, കമ്മീഷൻ റിസീവ്ഡ്, റെന്റ് റിസീവ്ഡ്. ഇത്തരത്തിലുള്ള അക്കൗണ്ടുകളൊക്കെ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നതാണ്? റവന്യൂസ് ഓർ ഇൻകംസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ ഓരോ ഗ്രൂപ്പിൽ വരുന്ന അക്കൗണ്ടുകളും ഏത് സമയത്താണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ദെൻ ഏത് സമയത്താണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്.
റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പാണ് അസറ്റ്സ്. അസറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന അക്കൗണ്ടുകളുടെ റൂളാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. അപ്പോൾ അസറ്റിൽ വരുന്ന ഒരു അക്കൗണ്ടാണ് ക്യാഷ് അക്കൗണ്ട്. എപ്പോഴാണ് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നത്, എപ്പോഴാണ് ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നത്? ഒരു ബിസിനസ്സിൽ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവരുടെ ഏതെങ്കിലും ഒരു അസറ്റ് വർദ്ധിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആ അക്കൗണ്ടിന് എന്ത് ചെയ്യണം? ആ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ആ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തേണ്ടത്. ഏതെങ്കിലും അസറ്റ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിലോ, ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് രേഖപ്പെടുത്തേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും അസറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. ദെൻ അസറ്റ് ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ് ₹50,000. 50,000 രൂപയുടെ സാധനങ്ങൾ വിറ്റു. സാധനങ്ങൾ നമ്മൾ അങ്ങോട്ട് കൊടുത്തു, അതിന് പകരം നമുക്ക് എന്ത് കിട്ടി? ക്യാഷ് കിട്ടി. എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് വർദ്ധിച്ചു, ബിസിനസ്സിലുള്ള ക്യാഷ് ഇൻക്രീസ് ചെയ്തു. ക്യാഷ് ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അസറ്റ് ഇൻക്രീസ് ചെയ്തു. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അസറ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ദെൻ മറ്റൊരു എക്സാമ്പിൾ നോക്കാം. പെയ്ഡ് സാലറി ₹10,000. സാലറി പേയ്മെൻറ്റ് നടത്തി, 10,000 രൂപ സാലറി കൊടുത്തു എന്ന് പറയുമ്പോൾ ബിസിനസ് സ്ഥാപനത്തിലെ ക്യാഷ് ഡിക്രീസ് ചെയ്യും, അസറ്റ് ഡിക്രീസ് ചെയ്യും. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അസറ്റിൻ്റെ റൂൾ എന്താണ്? അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് നോക്കാം, ലയബിലിറ്റീസ്. ഒരു എക്സാമ്പിളാണ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. അസറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ റൂളിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് റൂളാണ് ലയബിലിറ്റീസിൻ്റെ റൂള്. എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നതിലൂടെ ബാധ്യത വർദ്ധിക്കുകയാണെങ്കിൽ, ബാധ്യത ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ദെൻ ബാധ്യത കുറയുകയാണെങ്കിലോ, ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുകയാണെങ്കിലോ ഡെബിറ്റ് ചെയ്യണം. ഒരു എക്സാമ്പിൾ നോക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ABC ലിമിറ്റഡ് ₹75,000. 75,000 രൂപയുടെ സാധനങ്ങൾ കടമായിട്ട് വാങ്ങി. എവിടെ നിന്ന് വാങ്ങി? ABC ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്തു. ഇവിടെ ബാധ്യത കൂടുകയാണോ കുറയാണോ ചെയ്തത്? 75,000 രൂപയുടെ സാധനങ്ങൾ കടമായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ബാധ്യത, ലയബിലിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലയബിലിറ്റി അക്കൗണ്ടിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ മറ്റൊരു ട്രാൻസാക്ഷൻ നോക്കാം. പെയ്ഡ് ടു ABC ലിമിറ്റഡ് ₹50,000. ഇപ്പോൾ 75,000 രൂപ കൊടുക്കാനുള്ള ABC ലിമിറ്റഡിന് 50,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ ലയബിലിറ്റി എന്ത് ചെയ്യും? ലയബിലിറ്റി കുറയും അല്ലേ? 75,000 രൂപ കൊടുക്കാനുള്ള ആൾക്ക് 50,000 രൂപ കൊടുക്കുന്നതോടുകൂടി ബാധ്യത 25,000 ആയിട്ട് കുറയും. ലയബിലിറ്റി ഡിക്രീസ് ചെയ്യും. ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് ലയബിലിറ്റീസിൻ്റെ റൂള്? ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. അസറ്റിൻ്റെ ഓപ്പോസിറ്റ് റൂളാണ് ലയബിലിറ്റീസിന് വരുന്നത്. ദെൻ തേർഡ് ഗ്രൂപ്പാണ് ക്യാപിറ്റൽ. നമുക്കറിയാം ക്യാപിറ്റൽ ഈസ് എ ലയബിലിറ്റി. ബിസിനസ് ഓണർക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ള എമൗണ്ടിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ലയബിലിറ്റി. അപ്പോൾ ലയബിലിറ്റിയുടെ അതേ റൂള് തന്നെയാണ് ക്യാപിറ്റലിനും. അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. പ്രൊപ്പറേറ്റർക്ക് അതല്ലെങ്കിൽ ഓണർക്ക് കൊടുക്കാനുള്ള ബാധ്യത കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുകയാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ അത് ഡെബിറ്റ് ചെയ്യണം. എക്സാമ്പിൾ നോക്കാം. ദ പ്രൊപ്പറേറ്റർ ഇൻട്രൊഡ്യൂസസ് ക്യാപിറ്റൽ ഇൻ ടു ദ ബിസിനസ്. ബിസിനസ്സിലേക്ക് പ്രൊപ്പറേറ്റർ അതല്ലെങ്കിൽ ഓണർ ക്യാപിറ്റൽ കൊണ്ടുവന്നു. ക്യാപിറ്റൽ കൊണ്ടുവന്നാൽ ക്യാപിറ്റൽ എമൗണ്ട് വർദ്ധിക്കും. ക്യാപിറ്റൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ദെൻ ക്യാപിറ്റൽ കുറയുകയാണെങ്കിലോ ഡെബിറ്റ് ചെയ്യണം. ഒരു എക്സാമ്പിൾ നോക്കാം. ദ പ്രൊപ്പറേറ്റർ വിഡ്രോസ് സം മണി ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. ബിസിനസ്സിൽ നിന്ന് ഓണർ അയാളുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം പിൻവലിച്ചു. പണം പിൻവലിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റൽ എന്ത് ചെയ്യണം? കുറയണം. ഇപ്പോൾ ക്യാപിറ്റൽ കുറഞ്ഞാൽ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ഇപ്പോൾ ക്യാപിറ്റലിൻ്റെ റൂൾ എന്താണ്? ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം, ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. ഏതിൻ്റെ റൂൾ തന്നെയാണ്?
ലയബിലിറ്റി ഗ്രൂപ്പിൻ്റെ സെയിം റൂള് തന്നെയാണ് ക്യാപിറ്റലിനും വരുന്നത്. ദെൻ അടുത്ത ഗ്രൂപ്പ് നോക്കാം. എക്സ്പെൻസസ് ഓർ ലോസസ്. എക്സ്പെൻസ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഒരേ റൂളാണ് വരുന്നത്. എക്സാമ്പിളാണ് സാലറി അക്കൗണ്ട്. സാലറി എന്ന് പറയുന്ന എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. ദെൻ സാലറി എന്ന് പറയുന്ന എക്സ്പെൻസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. എന്താണ് എക്സ്പെൻസിൻ്റെ റൂള്? എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, എക്സ്പെൻസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് ഗ്രൂപ്പാണ് റവന്യൂസ് ഓർ ഇൻകം ഓർ ഗെയിൻ. ഒരു എക്സാമ്പിളാണ് കമ്മീഷൻ അക്കൗണ്ട്, അതല്ലെങ്കിൽ സെയിൽസ് അക്കൗണ്ട്. ബിസിനസ്സിൻ്റെ വരുമാനം വർദ്ധിക്കുകയാണെങ്കിൽ, ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നതിലൂടെ ബിസിനസ്സിൻ്റെ റവന്യൂ വർദ്ധിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പോൾ റവന്യൂ ഇൻക്രീസ് ചെയ്യാണ്, ഇൻകം ഇൻക്രീസ് ചെയ്യാണ്, അങ്ങനെയാണെങ്കിൽ ആ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ വരുമാനം കുറയുകയാണെങ്കിൽ, റവന്യൂ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇപ്പം എന്താണ് റവന്യൂസിൻ്റെ റൂൾ? എന്താണ്? ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം, ദെൻ ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. ഇപ്പം ഇത്രയും റൂൾസാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഈ റൂൾസ് ഒന്നുകൂടി പറഞ്ഞു നോക്കാം. റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അക്കൗണ്ടുകൾ 5 ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുണ്ട്. അസറ്റ്സ്, എക്സ്പെൻസസ് ഓർ ലോസസ്, ക്യാപിറ്റൽ, ലയബിലിറ്റീസ്, റവന്യൂസ് ഓർ ഇൻകംസ്. ഇതിൻ്റെ റൂൾസാണ് നമ്മൾ നോക്കുന്നത്. എപ്പോഴാണ് അസറ്റ് ഡെബിറ്റ് ചെയ്യുന്നത്? അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ടത് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ്. ദെൻ അസറ്റ് അക്കൗണ്ട് എപ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ഡിക്രീസ് ചെയ്യുമ്പോൾ. ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അസറ്റ് വർദ്ധിക്കുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് കുറയുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. അസറ്റിൻ്റെ സെയിം റൂളാണ് എക്സ്പെൻസിനും വരുന്നത്. അപ്പോൾ എക്സ്പെൻസിൻ്റെ റൂൾ എന്താണ്? എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, എക്സ്പെൻസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ ക്യാപിറ്റലും ലയബിലിറ്റീസും റവന്യൂസും സെയിം റൂളാണ്. അത് ഇപ്പോൾ എഴുതിയ റൂളിൻ്റെ ഓപ്പോസിറ്റ് റൂളാണ്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റലിൻ്റെ റൂൾ എന്താണ് വരിക? എപ്പോഴാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ ലയബിലിറ്റിക്കും സെയിം റൂളാണ്. ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ റവന്യൂ ആണെങ്കിലും ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ളത്, റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അസറ്റുകൾക്കും എക്സ്പെൻസിനും സെയിം റൂളാണ്. രണ്ടും ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ ക്യാപിറ്റൽ, ലയബിലിറ്റി, റവന്യൂസ് സെയിം റൂളാണ്. അസറ്റിൻ്റെയും എക്സ്പെൻസിൻ്റെയും ഓപ്പോസിറ്റ് റൂളാണ്. എന്ന് പറയുമ്പോൾ ക്യാപിറ്റലും ലയബിലിറ്റിയും റവന്യൂവും ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം ഈ റൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തേണ്ടത് എന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ.